ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ഡബിൾ ട്രീ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എന്ന് പറയുന്ന ബാത്തിലുള്ള ഒരു ഹോട്ടലിലാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്. ഇന്നലെ വൈകിട്ട് 5:30 നമ്മൾ റെഡിച്ചിന്ന് വന്നു. ഇവിടെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് എത്തി. ഭയങ്കര 5:30 ആയപ്പോഴത്തേക്കും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇരുട്ടാണ്. വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളിവിടെ വന്ന് റിസപ്ഷനിൽ വന്ന് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു കൊടുത്തു. റൂമിലെത്തി. അങ്ങനെ നമ്മൾ റൂമിൽ കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു നല്ല അടിപൊളി ഇന്ത്യൻ ഫുഡൊക്കെ പുറത്ത് കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ ബാത്തിൻ്റെ ടൗണിലേക്ക് പയ്യനെ ഇറങ്ങി. സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ടികളൊക്കെ കുറവായിരുന്നു, ചെറിയ മഴയുണ്ടായിരുന്നു. നല്ല വെറ്റായി കിടക്കുന്ന ടൗൺ, പക്ഷെ മനോഹരമായിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു ബാത്ത്. അതിലൂടെ നടന്ന് നമ്മൾ പോയി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നൈസ് ഫുഡായിരുന്നു. അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് തണുപ്പുണ്ടെങ്കിലും ഇരുട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് പിന്നെയും കുറച്ച് നേരമൊക്കെ ടൗണിലൂടെ നടക്കണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് നേരം ടൗണിലൊക്കെ നടന്നിട്ട് രാത്രി ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. അതിനുശേഷം ഇന്ന് ഇവിടെ നന്നായി കിടന്നുറങ്ങി. ഇപ്പോൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ ഹോട്ടലിൽ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിച്ചിട്ട് ഞങ്ങൾ ബാത്തിൽ റോമൻ ബാത്ത് കാണാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ പോകണം. പിന്നെ ബാത്തിലെ ടൗണിലൂടെ നടക്കണം. ഒരു നൈസ് ടൗണാണ്, ഭയങ്കര ചരിത്രം ഉറങ്ങുന്ന ഒരു ടൗണാണ്. അപ്പോൾ അത് കാണണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുന്നതാണ്. ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇനി വരുന്ന 2-3 വീഡിയോകൾ ബാത്തിലെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. നമ്മൾ താമസിച്ച ഹോട്ടലിലെ ഡൈനിങ് ഏരിയ കേട്ടോ ഇത്. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടേക്കാണ് വന്നത്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. നമ്മളതൊക്കെ സെലക്ട് ചെയ്തു. നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ റോമൻ ബാത്ത് കാണാൻ വേണ്ടിയിട്ട് പോയി. ഹോട്ടലിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് നടന്നാൽ മതിയായിരുന്നു. നമ്മൾ ബാത്ത് സിറ്റിയൊക്കെ കണ്ടുകൊണ്ട് മനോഹരമായ ആ സിറ്റിയിലൂടെ നടന്ന് നമ്മൾ ഈ റോമൻ ബാത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇതുപോലെ ആളുകൾ നല്ല ക്യൂ ആയി തുടങ്ങിയായിരുന്നു. നമ്മൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് കയറാം. നമ്മൾ ടിക്കറ്റ് കാണിച്ചു അകത്തേക്ക് കയറി. ഇത് അതിൻ്റെ ഒരു റിസപ്ഷൻ ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ എൻ്റെ ചുമരുകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ഈ ഹിസ്റ്ററി എല്ലാം കാണിച്ചുകൊണ്ടുള്ള കുറേ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റൂഫൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ആ റൂം തന്നെ കാണാൻ അടിപൊളിയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറി ചെല്ലുന്നത് ഒരു 3rd ഫ്ലോറിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് കാണുന്ന റോമൻ ബാത്തിൻ്റെ വ്യൂ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ തന്നെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അവരൊന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ റോമൻ ബാത്തിൻ്റെ ഈ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് സ്പ്രിംഗ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. 46 ഡിഗ്രി വരെയൊക്കെ ചൂട് വരുന്ന വാട്ടറാണെന്നാണ് പറയുന്നത്. നമുക്ക് കാണാമായിരുന്നു അതിൽ നിന്നിങ്ങനെ ഈ പുക പോലെ ചൂടിങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കാണാമായിരുന്നു. ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് കാണുമ്പോഴുള്ള കെട്ടിടങ്ങളൊക്കെ നല്ല സ്റ്റൈലും കെട്ടിടങ്ങളാട്ടോ. എല്ലാം തന്നെ ഒരു റോമൻ സ്റ്റൈലിൽ പണിതേക്കണമെന്ന് പറയാം. അവർക്കിടെ ഒരു എൻജിനീയറിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് പണിതേക്കുന്ന പോലത്തെ കെട്ടിടങ്ങളാണ് എല്ലാം. ഈ വാട്ടറിന് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുക വരുന്നതെന്ന്, ആ പുക വരുന്നത് കണ്ടോ അതിൽ നിന്ന്. അപ്പം ഈ നമ്മുടെ റോമൻ ബാത്തിൻ്റെ ഇവർക്കിടെ ഈ ഇതിൻ്റെ കൈവരിയുടെ ഒക്കെ അവിടെ കണ്ടോ കുറേ പടയാളികളെ പോലെ നിൽക്കുന്നത്. അത് അവരെ ഓരോ കാലങ്ങളിൽ അവരെ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരാട്ടോ. ജൂലിയസ് സീസറിൻ്റെയൊക്കെ വച്ചിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലാട്ടോ ഈ റോമൻസ് ഇവിടെ ഈ ബാത്തെല്ലാം നിർമ്മിക്കപ്പെട്ടത്. അതായത് AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബാത്ത് ഇവിടെ നിർമ്മിക്കപ്പെട്ടായിരുന്നു. ആ സമയത്ത് റോമൻസാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ, ഇവിടെ വന്നപ്പോഴാണ് അതറിയുന്നത്. ഈ സ്പ്രിംഗ് വാട്ടർ ഇവർ ഒരു ഹോളി വാട്ടറായിട്ട് കാണുന്നത്. ഇവർക്ക് അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോളി വാട്ടർ പോലെയാണ് അവർ കരുതുന്നത്. നമ്മളതിൻ്റെ 1-ാമത്തെ നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്ക് ഇറങ്ങിപ്പോട്ടോ. അടുത്ത നിലയിലേക്ക് പോകുമ്പോൾ അവിടെ കുറേ സാധനങ്ങൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയ സമയത്ത് ഉള്ള കല്ലുകളെല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കിയ രീതികളൊക്കെ ചെറിയ വീഡിയോസായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള കുറേ കാഴ്ചകളാണ് ഈ 2-ാമത്തെ ഫ്ലോറിൽ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ റോമൻ ബാത്തിൻ്റെ ആക്കിയപ്പോഴുള്ള കല്ലുകളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു രൂപം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാപ്പൊക്കെ അതിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വാട്ടർ 2-ാമത്തെ ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ വാട്ടർ ഇങ്ങനെയാട്ടോ കാണുന്നത്. നമ്മൾ മേളിൽ നിന്ന് കണ്ടു തന്നെ കുറച്ചും കൂടി അടുത്തേക്ക് വന്നിട്ട് കാണാൻ പറ്റുന്നത് 2nd ഫ്ലോറിൽ വരുമ്പോഴാണ്.
ഈ റോമൻ ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കുളിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഏരിയ പോലെയല്ല കേട്ടോ. ഇതിനോട് ചേർന്നൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവരുടെ ദൈവത്തിനെ ആരാധിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടുന്ന് കുളി കഴിഞ്ഞിട്ട് അവിടെ പോയി അവർക്കിടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ നീല ആ റൂഫ് കാണുന്നത് റോമൻ ബാത്തും പിന്നെ ഈ കാണുന്നത് അവിടുത്തെ ടെമ്പിളുമാണ്. അപ്പം അവർ ഈ പ്രാർത്ഥനകൾക്ക് അങ്ങനെ അവർക്കിടെ സോഷ്യൽ ആക്ടിവിറ്റീസിന് എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ റോമൻ ബാത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഓരോ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ കിട്ടിയ ഈ അമ്പലത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇത് വെച്ചിട്ട് അവർ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയോട് കൂടി അതിൻ്റെ ഒരു ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു ഇമാജിനറി ആയിട്ട് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം അവർ നമുക്കവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ അമ്പലത്തിൻ്റെ ഒരു മോഡൽ എങ്ങനെയായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഡിജിറ്റലിൽ അവർ പൂർണ്ണമായിട്ട് അതിൻ്റെ രൂപം കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ സമയത്തുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. ഇപ്പോഴും ഇവിടെ കുറേ ഖനനങ്ങളൊക്കെ ചെയ്തിട്ട് പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. ഇതാ ഓരോ സമയത്ത് കിട്ടുന്ന കോയിൻസാണ്, അതവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ ഇയറിൽ കിട്ടിയ കോയിൻസ് ഇങ്ങനെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കോയിൻസ് എല്ലാം കിട്ടിയത് അവർക്കൊരു ബാഗ് പോലത്തെ ഒരു സാധനത്തിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെയും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കോയിൻസ് കിട്ടിയ ബാഗുകൾ. അതേപോലെ തന്നെ ആ സമയത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആയുധങ്ങൾ, അപ്പോഴത്തെ അവരുടെ ചെരുപ്പൊക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ്, അങ്ങനെ ഓരോന്നും കിട്ടിയത് ഈ സെക്കൻഡ് ഫ്ലോറിൽ ഇവർ ഇതേപോലെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ. അന്നത്തെ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മകൾ വരും. ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിയത്തിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഇത് കണ്ടു ഖനനം ചെയ്തപ്പോൾ കിട്ടിയതാണ്. ശരിക്കും ഇതൊരു എന്താ പറയുക, ഒരു റോമൻ സുന്ദരിയുടെ ഫോട്ടോയാണ്. അവർക്കിടെ മുടി കണ്ടോ പൊങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കാണ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഒരുക്കുന്നത്. അപ്പോൾ ഈ ഹെയർ സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഭയങ്കര ഫാഷനബിളായ ലേഡി ആയിരിക്കും അത്. ഇത് കല്ലറ പോലെ എന്തോ ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ആ മേളിൽ കാണുന്ന ഈ സ്കെൽട്ടൻ. കണ്ടോ, ഇതേപോലെ ഉള്ള ഒരു ആളായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കിട്ടിയൊരു സ്കെൽട്ടൺ ആയിരിക്കുന്നത്. ഇതൊക്കെ അവിടെ നിന്ന് ഖനനം ചെയ്ത സമയത്ത് ഓരോ സമയത്ത് കിട്ടിയ ശില്പങ്ങളാണ്. ഇങ്ങനത്തെ ഒരുപാട് ശില്പങ്ങളും പാത്രങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു വലിയൊരു മ്യൂസിയമാണ് ഈ സെക്കൻഡ് ഫ്ലോറിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഓടകളിലൂടെ ഈ സ്പ്രിംഗ് വാട്ടർ, നല്ല ചൂടുള്ള വെള്ളം ഇതുപോലെ ഓരോ റൂമുകളിലൂടെ ഒഴുക്കിക്കൊണ്ട് പോകും. എന്നിട്ട് ഇതിൻ്റെ മേലെല്ലാം ഈ അവിടെ തൂണ് പോലെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ടോ, അതിൻ്റെ മേലെ കല്ലിൻ്റെ തന്നെ പാളികൾ വിരിക്കും. അപ്പോൾ ഈ താഴത്ത് ഈ 46 ഡിഗ്രിയിലൊക്കെ ചൂട് വെള്ളം പോകുമ്പോൾ ആ കല്ലിൽ ചൂടടിച്ചിട്ട് റൂമൊക്കെ എപ്പോഴും വാമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ റൂമിൽ വന്നിട്ടാണ് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നതും മസാജ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. ഇപ്പോഴാ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, അവിടെ വെള്ളം തിളയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. റോമൻ ബാത്തിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാലാണ് ഈ കാണുന്നത്. ഈ ഹൈ ലെവൽ ഓഫ് മിനറൽസ് ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനവർ ഭയങ്കര ഔഷധ ഗുണം ഉണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സൾഫർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക സ്മെല്ലാണ് ആ വാട്ടറിന്. ഇത് അതിനകത്തുള്ള ഒരു സുവനീർ ഷോപ്പാണ്. നമ്മൾ അവിടുന്ന് ഈ സുവനീർ മേടിച്ചു, ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഈ സംഭവം കണ്ടോ, ഇത് ഇവർ നല്ല ഭാരമുള്ള കല്ല് മേളിലോട്ട് ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത്
ഇത് സിംഗിൾ ലെയറായിട്ട് കയറുള്ളതും ഡബിൾ ലെയറായിട്ട് കയറുള്ള രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡബിൾ കയറിങ്ങനെ ഇട്ടിരിക്കുന്നത് നമുക്ക് വലിച്ചാൽ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. സെയിം വെയിറ്റ് ഉള്ളതാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ആ സിംഗിൾ ലെയറാണെങ്കിൽ നമുക്ക് വലിക്കാൻ പറ്റത്തില്ല. അതായത് അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് ഇവർ ഇതൊക്കെ പണിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഖനനം ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് ശില്പങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെയായിരിക്കും അവർ ഉണ്ടാക്കിയെന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടൊരു വീഡിയോ എൻ്റെ ബാക്കിൽ ഒരു ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കും ഒരു പെട്ടെന്നൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഉണ്ടാക്കിയെന്നുള്ളത്. ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഗ്രേറ്റ് ബാത്തിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ഓടകളാണ്. അപ്പം ഒരു ഓടയുടെ അടുത്ത് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഒരു ഒറിജിനൽ ഓടയുണ്ട്, അതിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ അത്തരത്തിലൊരു വീഡിയോ കൂടി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഏറ്റവും താഴെ എത്തി. അവിടെ നിന്നുള്ള ആ വെള്ളത്തിന് ഏറ്റവും അടുത്തുള്ള ഏരിയയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ വെള്ളത്തിൽ തൊടാനൊന്നും ഒരു സമ്മതിക്കത്തില്ല. അത്യാവശ്യം നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു. ചിലവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് പോലുള്ളവർ വന്നിട്ട് തൊടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ സ്ത്രീകൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് മാത്രവും പിന്നെ കോൾഡ് വാട്ടർ കിട്ടുന്നതും നീന്താൻ പാകത്തിനുള്ള ഏരിയയും അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള ഏരിയയിലേക്കാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ മിക്കവാറും ഹോട്ട് വാട്ടർ തന്നെയായിരിക്കും ഉണ്ടായിരുന്നത്. ഈ റൂമിൽ കണ്ടിട്ടുണ്ടോ, ഈ റൂമിൽ കുറേ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ടോ. അതിൻ്റെ മുകളിൽ കല്ലിൻ്റെ തന്നെ വലിയ പാളികൾ വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അടിയിലൂടെയും ഇവർ ഹോട്ട് വാട്ടർ കടത്തി വിട്ടിട്ടുണ്ടാവും ഈ റൂമിന് ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് ചേഞ്ചിങ് റൂമും മറ്റുമായിട്ടാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തോന്നുന്നു. അതിൻ്റെ ചില വീഡിയോസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞ ആ ഏരിയ ആണ് ഈ കാണുന്നത്. അവിടെയും അവരതെങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ചില വീഡിയോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചേഞ്ചിങ് റൂമാണ്. ഇവിടെയും നേരത്തെ കാണിച്ച പോലെ കുറേ കല്ലുകൾ അടക്കി വെച്ചിട്ട് ആ പ്ലാറ്റ്ഫോമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കുക ഇവിടെ. പിന്നെ ഇതിനകത്ത് ഇവർക്ക് സ്പെഷ്യൽ ചപ്പൽസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെതറിൻ്റെ അത്രയുള്ള ചെരുപ്പുകളുണ്ട്, അല്ലെങ്കിൽ കാല് ഭയങ്കരമായിട്ട് ചൂടാകും. അപ്പോൾ അങ്ങനത്തെ ചപ്പൽസും ബാഗുകളെല്ലാം അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. 46 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന സ്പ്രിംഗ് വാട്ടറോട് കൂടിയ നമ്മുടെ റോമൻ ബാത്തിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോറാണ് ഈ കാണുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഈ റോമൻ ബാത്തിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നത് ഇവിടെ വരുമ്പോഴാണ്. റോമൻ ബാത്തിൻ്റെ സൈഡിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട്. അന്ന് ആളുകൾ കുളിച്ചിട്ട് ചിലപ്പോൾ കയറിയിരിക്കുന്ന സ്ഥലമായിരിക്കും ഇത്. രണ്ട് റോമൻ സുന്ദരികളിൽ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സെല്ലാം ധരിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേരൊന്നും ആർക്കുടെ അടുത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. റോമൻ ബാത്തിനോട് ചേർന്ന് അന്നത്തെ സമയത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മാണിത്. അപ്പോൾ ഇവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ജിമ്മിന് വേണ്ടിയിട്ട്, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് റൂമുകൾ, സെപ്പറേറ്റ് ഏരിയകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ആ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇത് മെൻസിൻ്റെ ഒരു ചേഞ്ച് റൂമിൻ്റെ ഒരു ഏരിയ ആണിത്. അതുപോലെ അവിടെ ജിം ഉണ്ടായിരുന്നു. കല്ലുകൾ നിരത്തി വെച്ച് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കല്ലുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരിക്കുന്ന വേറൊരു ഏരിയ. ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ ബാത്തിന് ഒരു റൂഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടർന്നു പോയൊരു ഭാഗം അവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ കല്ലുകൾ വെച്ചിട്ടാണ് അത് പണിതുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു അടർന്നു പോയാലും അവശിഷ്ടമായിട്ട് ലഭിച്ച ഭാഗം വെച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു ആർച്ച് പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹോട്ട് സ്പ്രിംഗ് വാട്ടർ ഒഴുകി റോമൻ ബാത്തിലേക്ക് ചേരുന്ന ഒരു ഭാഗമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ഒരു സംഭവം ഇവിടെ റോമൻകാർ നിർമ്മിച്ചു എന്ന് ഉള്ളതിനുള്ള ഒരു അത്ഭുതം
മനസ്സിലിങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ്. ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതിലൂടെ നമുക്ക് ഈ സ്പ്രിംഗ് വാട്ടർ ഒഴുകി പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് നേരെ എക്സിറ്റാണ് എടുക്കുന്നത്. റോമൻ ബാത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം സുവനീർസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് മേടിക്കാം. ഇവിടുന്ന് നമ്മൾ ഈ ഷോപ്പിൻ്റെ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ റോമൻ ബാത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. റോമൻ ബാത്തിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഇറങ്ങുന്നത് നേരെ ഒരു സ്ട്രീറ്റിലേക്കാണ്. നമ്മുടെ ബാത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളുള്ള നല്ല ഹണി കളറിലുള്ള ബിൽഡിങ്ങുകളിലുള്ള ആ സ്ട്രീറ്റിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങി. റോമൻ ബാത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി നല്ല ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കുട നമ്മുടെ ഹോട്ടലിൽ നിന്ന് 2 പൗണ്ടിന് റെൻറ്റിനെടുത്താണ്. അപ്പോൾ ചെറിയ മഴയത്ത് ആ കുടയൊക്കെ ചൂടി ഞങ്ങൾ കുറച്ച് നേരം കൂടി ആ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കും. ചെറിയ മഴയും തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ സ്ട്രീറ്റിലൂടെ നടക്കാൻ നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല. എന്തൊരു രസമാണെന്ന് പറയും ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ കെട്ടിടങ്ങളും അവിടുത്തെ റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളിലൊക്കെ വെച്ചിരിക്കുന്ന പൂക്കളും എല്ലാം കൊണ്ടും ഭയങ്കര മനോഹരമാണ് കേട്ടോ ഈ സ്ട്രീറ്റ് കാണാനായിട്ട്. ആ കെട്ടിടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളറിലുള്ള ടൂത്ത് ബ്രഷ് കിടക്കുന്നതാണോ, എന്തൊരു ഭംഗിയാണത് കാണാനായിട്ട്. പുറമേ നിന്ന് കണ്ടപ്പോൾ ഭയങ്കര ഭംഗി തോന്നി ആ പള്ളിയുടെ അകത്തേക്ക് നമ്മൾ കയറി. ബാത്തബയുടെ അകത്തേക്ക് കയറി. മനോഹരമായൊരു പള്ളി, ഇൻറ്റീരിയർ കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ചരിത്രമുള്ളൊരു പള്ളിയാണ്. AD 757 ഇത് നിർമ്മിക്കപ്പെട്ടത്. അതായത് 1200 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു പള്ളിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ചെയ്തിരിക്കുന്നത് ഗ്ലാസ് പെയിൻറ്റിങ് വെച്ചിട്ടാണ്. ഈ ഗ്ലാസ് വിൻഡോസ് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് പറയും. ഇതിൻ്റെ ചരിത്രം മൊത്തം നമ്മൾ ഇതിൽ ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിലൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ നിറയെ സ്റ്റാറുകളൊക്കെ ഇട്ട് ഇതിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചർച്ച്, നമ്മൾ ഇതുവരെ കണ്ടതിലേക്ക് വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചർച്ചായിരുന്നത്. ആ റൂഫിൻ്റെ ഹൈറ്റ് കണ്ടോ, ഒരു 5 നില കെട്ടിടത്തിൻ്റെ അത്ര ഉണ്ടാവും. അതിൻ്റെ ടോപ്പൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ മൊത്തം സ്റ്റാർസൊക്കെ ഇട്ട് ഭയങ്കര മനോഹരമായിട്ട് അത് അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹിസ്റ്ററി ഉള്ളൊരു പള്ളിയാണ് കേട്ടോ ഇത് ശരിക്കും. ഇതിൻ്റെ മൊത്തം ചരിത്രങ്ങൾ 1508 ഫലകങ്ങളിലൂടെയാണ് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ചരിത്രം കാണിച്ചിരിക്കുന്നത്. അത് 617 എണ്ണം ഭിത്തിയിലും 891 എണ്ണം ഫ്ലോറിൽ ഓരോ കല്ലുകളിലും ഇതേപോലെ ഇതിൻ്റെ ഓരോ ചരിത്രങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൂടെ നേരത്തെ സ്പ്രിംഗ് വാട്ടർ ഒഴുകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഇലക്ട്രിക് ഹീറ്റിംഗ് സിസ്റ്റമാണ് ഉള്ളത്. പക്ഷെ നേരത്തെ നമ്മൾ ഗ്രേറ്റ് ബാത്തിൽ, നമ്മുടെ റോമൻ ബാത്തിൽ കണ്ട പോലെ തന്നെ സ്പ്രിംഗ് വാട്ടർ ഇതിൻ്റെ അടിയിലൂടെ വിട്ട് ഈ ഫലകങ്ങൾ വെച്ചിട്ടുണ്ടോ, ഇത് 891 ഈ ഫ്ലോറിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലൂടെ ആ സ്പ്രിംഗ് വാട്ടർ കിടത്തി ആണ് ഈ പള്ളിയുടെ അകത്ത് പണ്ട് ചൂട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് 2007 തോന്നുന്നു ഇത് ഇലക്ട്രിക് ആക്കിയിട്ടുണ്ട്. 3 വട്ടം ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് 757 ബാത്തബ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. അതിനുശേഷം 2 പ്രാവശ്യം ഇത് പുതുക്കി പണിതിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ പ്രാവശ്യം ഇത് പുതുക്കാൻ വേണ്ടി മാത്രം 120 വർഷങ്ങളെടുത്തു എന്നാണ് പറഞ്ഞത്. 1499 മുതൽ 1616 വരെ AD 1499 മുതൽ 1616 വരെയുള്ള സമയം 120 വർഷത്തോളം എടുത്തു ഇത് അവസാനമായിട്ട് പുതുക്കി പണിയാനെന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഗ്ലാസ് പെയിൻറ്റിങ്സ് ധാരാളം ഉണ്ടായിരുന്നു. അത് കുറേ ഇവിടുന്ന് പല രാജ്യങ്ങളൊക്കെ ആയിട്ട് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് മൃതദേഹങ്ങൾ ഈ പള്ളിയുടെ അകത്ത് അടക്കം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. 8000-ഓളം ശവശരീരങ്ങൾ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. 1845 അവസാനമായിട്ട് ഇവിടെ ഒരു മൃതദേഹം അടക്കം ചെയ്തത്.
ബാത്തബേല നമുക്ക് എന്തോരം നേരം ഇരുന്നാലും മടുക്കില്ല കേട്ടോ. ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ളൊരു ചർച്ചാണ് അത്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അത്ര മനോഹരമാണ്. നമ്മൾ അതിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അവിടെയും കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം കണ്ടിട്ട് ബാത്തബയോടെയൊക്കെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ ബാത്തിൻ്റെ മറ്റൊരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ബാത്തിൽ. അപ്പോൾ നമ്മൾ അടുത്ത് ബാത്തിൽ എവിടെ നിന്നാണ് ഇന്ത്യൻ ഫുഡ് കിട്ടുക എന്ന് അന്വേഷിച്ച് നമ്മൾ നടക്കുവാണ്. ഇന്ത്യൻ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടു. അത് പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല. അത് കഴിഞ്ഞിട്ട് മന്ത്ര എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് നേരം ബാത്തിൻ്റെ സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മൾ റൂമിൽ പോയി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.